അങ്ങനെയാണ് പരിപാടി. ചങ്ങായിമാരെ ഒരു അടിച്ചുപൊളി വെറൈറ്റി നേക്ക് വീഡിയോ ഇട്ടോ, കണ്ടിരിക്കാൻ നഷ്ടം വരില്ല. കണ്ടന്റ് പറഞ്ഞ പക്കാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചിരിക്കുകയാണെങ്കിൽ 10 സെന്റ് ഭൂമിയിൽ 800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ചെങ്കല്ലുകൊണ്ട് തറ കെട്ടി മണ്ണൊക്കെ ഇട്ടറിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ പടവ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ വെറൈറ്റി എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് അടിച്ചു വെച്ച കല്ലെടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ ചുമര് പടുക്കുന്നത്. മാത്രമല്ല 10-10 കൂടുമ്പോൾ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് വീടിൻ്റെ പടവ് നല്ലതാണോ, പണിക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, പണി നടക്കുമോ, അങ്ങനത്തെ കുറച്ച് തരികയുടെ വിഷ്വൽസൊക്കെ ആയിട്ട് ഇന്നൊരു വൈകുന്നേരം വരെയുള്ള കുറച്ച് സെറ്റപ്പുകളാണ് ഞങ്ങൾ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ രാവിലെ നല്ല മഴയേനു. മഴ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പണി ലീവാക്കിയിട്ടില്ല. ഞങ്ങൾ കറക്റ്റ് ഞങ്ങളെ 8 മണി സമയത്ത് സൈറ്റിലെത്തി. പക്ഷേ ക്ലൈൻറ്റ് എത്താൻ കുറച്ച് വൈകി. ആ സ്ഥിതിക്ക് ഇവിടെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാൻ പ്രകാരം ഞങ്ങൾ ഈ തറമെന്ന് 1 ഇഞ്ച് ഓഫ്സെറ്റ് വെച്ചുകൊണ്ട് ഓൾറൗണ്ട് ഒറ്റവരി മൊത്തം പടവ് ചെയ്ത് അടവിൻ്റെ സമയത്ത് ക്ലൈൻറ്റ് വന്നുകൊണ്ട് പറയണം എന്ത് നമുക്ക് ഈ ഓഫ്സെറ്റ് വേണ്ട, ഓഫ്സെറ്റ് ഇല്ലാതെ വെക്കുകയാണെങ്കിൽ മാക്സിമം സ്പേസ് റൂമിനുള്ളിൽ കിട്ടുമല്ലോ. ആ സ്ഥിതിക്ക് ഈ പടുത്ത ഒറ്റവരി മൊത്തമായിട്ട് വീണ്ടും എന്താക്കി ഓഫ്സെറ്റ് ഇല്ലാത്ത കോലത്തിൽ തറ ചേർത്ത് കണ്ട് വലിച്ചു വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഈ കല്ല് നേരെ തറ ചേർത്താണ് നിൽക്കുന്നത്. അതേപോലെ ഈ അവിടെ കാണാൻ പറ്റും, അത് ചേർത്താണ് നിൽക്കുന്നത്. ആദ്യം അങ്ങനെയല്ലേ, ഇനി ആദ്യം ഓഫ്സെറ്റ് ഉണ്ടായിരുന്നു. ആ അടിയാളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഓഫ്സെറ്റിൽ കറക്റ്റ് വെച്ച കല്ലാട്ടോ. ഇനി ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയാം, വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങോട്ട് നീക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാം, ഏകദേശം ആ ഒരു ചെറിയൊരു ട്രബിൾ കാരണം ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ പണി അയച്ചാകുച്ചായി മാറിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റേ പറയുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ലായിരുന്നു. അപ്പം എന്ത് പണി, തേപ്പായിക്കോട്ടെ പടവായിക്കോട്ടെ, ചാലാക്കണ ദിവസം സൈറ്റിൽ രാവിലെ പണിക്കാരെക്കാട്ടി മുമ്പ് ക്ലൈൻറ്റ് വരണം. കൈക്കോട്ടുണ്ടോ നോക്കണം, വിക്കാസ് ഉണ്ടോ നോക്കണം, കല്ല് എങ്ങനെയാണ്, സിമെൻ്റൊക്കെ ഉണ്ടോ നോക്കണം. ഇവിടെ സിമെൻ്റൊന്നും ഇല്ലേ, നല്ല മഴയത് കാരണം ഞങ്ങളെ വണ്ടിമേൽ സിമെൻ്റൊക്കെ എടുത്തു കൊണ്ടുവന്ന് അത് നാസാവണ്ടെന്ന് വിചാരിച്ചിട്ട് ദാർപ്പായിട്ട് മൂടിച്ച് കേട്ടോ. അങ്ങോട്ട് ചെയ്യാം. ഈ മോൾക്കുവാ 800 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂം വരുന്നുണ്ട്, ചെറിയൊരു സിറ്റ് ഔട്ട്, വലിയൊരു ഹാൾ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് വയ്ക്കുക, കല്ല് ഇപ്പം തന്നെ പടവ് ചെയ്തിട്ടുണ്ടോ, ഫുള്ള് മോട്ടായിട്ട് ഇങ്ങനെ മൊയിച്ച് കേട്ടോ. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ക്ലൈൻറ്റ് എന്താ പറഞ്ഞാൽ ഈ കല്ലുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് പഠിത്തു കൊടുത്തില്ല പിന്നെ നമ്മൾ പണിക്കാരായിട്ട് വല്ല കാര്യമുണ്ടോ. ഒരു പുതിയ സൈറ്റിൽ പടവ് നടക്കുന്ന സമയത്ത് പല ആൾക്കാരും സംശയം ചോദിക്കലുണ്ട്. അപ്പം നമ്മളിതിൻ്റെ കുമ്മായം ഓട് വെച്ച് കൂട്ടാൻ പറ്റുന്നില്ല. സിമെൻറ്റ് കൂട്ടാനായിട്ട് എക്സ്ട്രാ ഒരു വലിയ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു തകരത്തിൻ്റെ ഷീറ്റൊന്നും വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ, ഇതിപ്പോൾ കണ്ടോ, ഈ താറിൻ്റെ ഉള്ളിൽ നിറച്ച മണ്ണാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണൊന്ന് തട്ടി നിരത്തും കണ്ടോ, മോട്ടക്കല്ല കണ്ടോ, അതൊക്കെ തട്ടി നിരത്തിക്കാണ്ട് ഇവിടെ കൂട്ടിയ കുമ്മായാണ് ഈ കാണുന്നത്. ഒരു ചാക്ക് സിമെൻറ്റിന് 32 ചട്ടി എംസാൻ്റെ 3 മറ അല്ല ചേട്ടാ, 3 മറ മറിച്ച് ഈ ലെവൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കല്ല് തന്നെ കണ്ടോക്കിയാൽ, കല്ലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഇന്നത്തെ കാലത്ത് ഒരു കുഴി കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കല്ലിന് ഓർഡർ ചെയ്താൽ പോലും ഇങ്ങനത്തെ കല്ലിന് കിട്ടൂല. അത് പണ്ടത്തെ മട്ടാസിൻ്റെ ചെത്തുകല്ലാണ്. ഒരു 8-10 കൊല്ലമായില്ലേ. അന്ന് ഏകദേശം ഇതിന് 30 റുപ്യ വില വരുള്ളൂ. പക്ഷേ ഇന്ന് ഈ സൈറ്റിക്ക് ഇപ്പം ഒരു കല്ല് ഇറക്കുകയാണെങ്കിൽ 53 രൂപ വരുന്നുണ്ട്. അപ്പോൾ ക്ലൈൻറ്റിന് എന്താ ലാഭം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ 5-6 കൊല്ലം മുമ്പ് ഇറക്കി വെച്ച കല്ല് നഷ്ടം വന്നിട്ടൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് ജോലി ആയിവാ. ആ പോട്ടെ, മുമ്പോട്ട് പോട്ടെ. ഇത് 84 ഉള്ളൂ, പോരല്ലോ. ഇതിപ്പോൾ കറക്റ്റ് മറിക്കല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇതുമ്പോൾ നിങ്ങോട്ട് 90 അവിടെ 90 എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ 2 കല്ല് കുറച്ച് ഇത് മുറിക്കേണ്ടി വരും, മുക്കാലൊക്കെ ഉണ്ട് വരും. അവിടെ കുറച്ച് ഗ്യാപ്പ് കൂടുതലാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു പീസ് ഇടാനുണ്ടാവും അല്ലേ. ഇതെത്ര ഉണ്ടാവല്ലോ, 90 1 മീറ്റർ ആയത് 90 ഇവിടെയാണ്. ഇവിടെ അരക്കഷ്ണം വെച്ചാൽ മതി. ഇന്നത്തെ പണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മഴ ചെയ്താലും ഇവിടെ സ്റ്റോപ്പ് ആവില്ല, വന്നാവില്ല. പണി ഇങ്ങനെ എടുത്തുകൊണ്ടേ നിൽക്കും. പിന്നെ മഴക്കാലത്ത് കല്ല് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെളുത്തി വീഴാൻ സാധ്യതയുണ്ടേ കേട്ടോ. കല്ല് ഇങ്ങനെ എടുത്ത് പടവാരെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മളെ പടവുമ്പോൾ തട്ടാത്ത കോലത്തിൽ ഇട്ടിട്ട് കൊടുക്കാണ്. ഇത് എത്ര കൊല്ലം പഠിച്ചങ്ങള്? ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. 5 ഇത് ഏകദേശം ഒരു 8 കൊല്ലം ഉണ്ടാവും അല്ലേ. 8 കൊല്ലത്തിന്റെ മുകളിലായിന്. വേഗം നോക്കിട്ടോ. നമ്മളെ പ്ലാനിങ് എന്താ വെച്ചാൽ 3 വരെയാണ്. 3 വരെ ആക്കണം. 3 വരെ ക്ലൈന്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഇതുമെന്ന് കുമ്മായ നിലത്തിൽ പോകും. അപ്പോൾ ആ സ്ഥിതിക്ക് കുറേ ചാക്ക് ഒരുക്കി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തൂക്ക പേപ്പർ വാങ്ങിയാൽ മതി. ഇത് കിലോന് കുറച്ച് പൈസ വരുള്ളൂ. അതിങ്ങനെ മുറിച്ചുകൊണ്ട് നേരിട്ട് എടുത്താൽ മതി. അങ്ങനാക്കണോ? ചാക്ക് വേണ്ട, എല്ലാവരും ഫ്രീ ആയില്ലേ? എന്നാ ചട്ടിയിലൊക്കെ അല്ലേ, എല്ലാ ചട്ടി ഇടിക്കും. ഇതാണ് ഒരു ഫുൾ നിറവ് ചട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് വലിച്ചിട്ടതാ ഇങ്ങനെ നടക്കിയതാ. എന്നാ പോട്ടെ. എണ്ണ വയ്ക്കിട്ടോ ഏയ് എണ്ണ വയ്ക്കി അറിയാം. 22 ഇതെത്ര 32 ലാസ്റ്റ്. എന്തേ ഏത് മണ്ടാങ്കാലായാലും അതിൽ കൂടുതലിട്ട് കൂട്ടാൻ ആരും അമ്മയ്ക്കില്ലെന്ന് അറിയാം. ചിലപ്പോൾ മേസിന് അമ്മയ്ക്കും, ഇതാ ശശിയുടെ അമ്മയ്ക്കൂല.
ശശിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗുരുത്താണ് നമ്മുടെ ടീമിന്റെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷന്റെ പവർ എവിടെ വെച്ചിട്ടാണെങ്കിൽ ശശിയേട്ടൻ പിന്നെ എന്തായാലും 2-3 ആൾക്ക് വേണ്ടി കാരണം 3 വരെ ആകുമ്പോൾ നല്ല സിമെന്റ് പോകും. സിമെന്റ് ഇട്ടാൽ മാത്രം പോരാ, അതിന്റെ കൂടെ തന്നെ പരത്തണം. എന്തേ എന്നാൽ എല്ലാ പാത്തക്കും ആവുള്ളൂ കേട്ടോ. കുമ്മായത്തില് 2 ബക്കറ്റ് വെള്ളം ഇപ്പൊ ഇവിടെ ഒഴിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് പോവാണ്. ഇതിങ്ങനെ വെല്ല വെല്ല അങ്ങോട്ട് പൊതിർന്ന് സെറ്റ് ആയിക്കോളും. വരുമ്പോൾ നല്ല ചാമ്പി മറിച്ചുകാണ്ട് രണ്ടാമത്തെ വരണ്ട് പടുത്ത് തുടങ്ങി. ഊര നാസാക്കല്ലിട്ടോ, ഊര നാസാക്കല്ലേ, ഊര നാസാക്കല്ലിട്ടോ. കല്ലുണ്ടെയ്യാ ഏയ് ഏതാ കല്ലാരെ, പഴയ മേപ്പാറ കല്ലത്. എന്തേ പഴയ മേപ്പാറ കല്ലാണ് ഇപ്പം നമ്മൾ ഈ എടുത്തുകൊണ്ട് അട്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിക്കണ കേട്ടോ. ഏതേ ആ സെറ്റ് എന്താ വണ്ടി കല്ലാണ്ടി പറയണ്ടേ. മച്ചാൻ അവിടുന്ന് മാറിക്കാട്ടോ, നമ്മളെ മേസ്തിരിമാർക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കൂല. എന്നാ 2 ഇതാ എവിടേക്കേ എന്താ ചെയ്യാന്നറിയോ, ഞാൻ ഉള്ളിൽ നിന്നാ പണി എടുക്കൂല. ഞാൻ ഇവിടുന്ന് കല്ലെടുത്തിട്ട് തരാം, നിങ്ങൾ ഇവിടുന്ന് കല്യാണം കൊണ്ടുപോയാ. ഇവിടെ എടുത്തിടുന്ന കല്ല് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും നിങ്ങളവിടെ എത്തിക്കിട്ടാ നിങ്ങൾ ഏൽപ്പിച്ച്. ഈ കല്ലിന്ന് വൈകുന്നേരമാകുമ്പോഴത്തേനും മൊത്തം ഞാൻ ഉള്ളിലാക്കി തരും. ഹൈ കുറച്ച പണി നമ്മൾ മുതലാളിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തേ മുതലാളി നമ്മളെ പ്രവാസി കേട്ടോ, മൂപ്പര് കാണും ചെയ്യാലോ. എന്തേ അടുത്ത ആഴ്ച പോകൂലേ, ലിൻഡൽ വരെയാണ് സൈറ്റിൽ നമ്മളെ മുതലാളി ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ മൂപ്പര് പോവാണ്. പക്ഷേ മൂപ്പരോട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ദുനിയാവിൻ്റെ ഒടിയും പോയിക്കൂലി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ലിൻഡലിൻ്റെ മുകൾക്ക് 4, 4.5, 5 വരെയോ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതിന് അയച്ചെന്നാൽ മതി പോരാ. ഇതിപ്പോൾ ഈ സൈറ്റത്തെ പഴയ കല്ലാണെങ്കിലും മേപ്പാറ നല്ല സ്ട്രോങ് കല്ല് കേട്ടോ. ഈ കല്ലിപ്പം ഒരു പൗതി മുറിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാം, മയോണ്ട് ഈ കല്ലിൻ്റെ 4 ഭാഗം കുത്തണം. ഇതാ 4 ഭാഗം ഇവിടെ കുത്തി, അതേപോലെ തന്നെ പിന്നെ തിരിച്ചിട്ട് ഇവിടെ കുത്തി, അതേപോലെ അങ്ങോട്ട് കുത്തി. എന്നിട്ട് തന്നെ എത്ര സമയം എടുത്തിട്ട് ഒരു കല്ല് മുറിയണ്, ചില കല്ല് കിട്ടണമില്ല. നേരെ മറിച്ച് ഈ കല്ലുമെന്ന് ഒരു 2 ഇഞ്ചിനും വേണ്ടിയിട്ട് മുറിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പണി പറ്റൂല മയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണത്, മെഷീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ കണ്ണാട താത്തി കഴിഞ്ഞാൽ പിന്നെ അളവ് ഏൽക്കൂല. ഇപ്പൊ എന്തൊക്കെ വേണം, ഒരു 4, 2 പൗതി, ഒരു 3/4. ഓക്കെ താത്തി. അപ്പൊ 6 പൗതി ഇങ്ങടക്ക് ഇതാ കണ്ടോളി ചക്കച്ചോള ഇങ്ങടക്ക് ചക്കച്ചോള ഇങ്ങടക്ക് ഇതാ ഇതാണ് സാധനം പോരെ. ഇനി ഒരു ഫുൾ കല്ലുമെന്ന് ഒരു 2 ഇഞ്ച്, ഒരു 3/4. സാധനം കണ്ടോളി ഇതാ എന്താ സാധനം നോക്കിയാ, ഇതാ കട്ടിങ് എന്ന് പറഞ്ഞത് പോരെ. 2 ഇഞ്ചാണ് വീതി. ഇതാ 2 ഇഞ്ച്. ഇനി ആർക്കും 1.5 ഇഞ്ച് വണ്ടി, അടുത്ത 1.5 ഇഞ്ച് കേട്ടോ. ഇതാ ഒരു 3/4 ആയിന് പറഞ്ഞാൽ ഇവിടെ ഒരു കല്ലുമെന്ന് ഒരു 3/4, ഒരു കാല പോണേ 2 ഇഞ്ച്. ഉമ്മായം കൊഞ്ചം ഒന്ന് വെള്ളം ഉറ്റിച്ചാളിട്ടാ, ഒന്ന് വെള്ളം മുറ്റിച്ചാളിയാ. സാധനം വെറ്റ കല്ലിൻ്റെ ഏകദേശം നല്ല ഭാഗം നോക്കുക. ആ നല്ല ഭാഗം എടുത്തുകൊണ്ട് അടിയണ്ട് സെറ്റ് ചെയ്യുക. ഇതാ ഇങ്ങനെയാണ് പരിപാടി. ഉച്ച ആയപ്പോഴത്തേന് ഇവിടെ 4ാമത്തെ ചാക്കിൻ്റെ കുമ്മായം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോറ് നിട്ടില്ല, ചോറുന്നാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ എത്രത്തോളം പടവ് ചെയ്തു എന്നുള്ള വിഷ്വൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മൊത്തം ചുറ്റിക്കറങ്ങിയ 2 ബക്കറ്റ് വെള്ളം വെച്ചാളി. എന്നാൽ നമ്മൾ ചോറിന് വരുമ്പോൾ സെറ്റ് ആയിക്കോളും. ആ ഫ്രണ്ട് ഏരിയ മൊത്തം തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഈ കാണുന്ന ബാക്കിൽ മാത്രമേ ഉള്ളൂ. ഈ ബാക്കിലത്തെ ഒരു ചുമരുണ്ടല്ലോ, ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ പടവ് ചെയ്യാത്തതെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പം പടവ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് എടുത്തിടാൻ കഴിയില്ല. പിന്നെ രാവിലെ വന്നപ്പോൾ ഈ കല്ലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുവരെ ഈ മറിക്കുണ്ടായിരുന്നു ഈ ഹൈറ്റിൽ. അത് എടുത്ത് ഏകദേശം ഇത്രത്തോളം തീർന്നുണ്ട്. ഇനിയിപ്പോൾ ചോറിന് വന്നതിന് ശേഷം ഈ 2 വരിയുമ്പോൾ എടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഓപ്പണായി. പക്ഷേ കല്ല് കഴിഞ്ഞിട്ടില്ല. കല്ല് ഇനി ഇവിടെ ഉണ്ട്, പോരാത്തന്നെ അവിടെ ഉണ്ട്, അവിടെ രട്ടിയുണ്ട്, അക്കെ എടുത്തിടും. ഫുള്ള് ഫടാഫട് പണി കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, പ്രവാസികൾക്ക് ഈ വിഷ്വലൊക്കെ കാണുമ്പം നല്ലൊരു രസം കിട്ടും. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ പടവും തേപ്പൊക്കെ എടുത്തുകൊണ്ട് ഗൾഫിൽ പോയ ആൾക്കാരുണ്ടാവും. 3:50 ആകുമ്പോൾ 1:45 ഓക്കെ അല്ലേ. അപ്പോൾ 1:45 മാർക്ക് ചെയ്തട്ടെ. ഒറ്റ മിനിറ്റ്. 1:45 75 അല്ലേ. എന്താ 1:75 അയ്യോ. ഈ കല്ല് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കല്ലിൻ്റെ 2 ഭാഗവും സീറ്റിംഗ് ഒന്നും ഇല്ല. എന്നാലും ഏകദേശം നല്ലൊരു സീറ്റിങ്ങുള്ള ഭാഗം ഈ സിമെൻറ്റ് പരത്തിയാകുമ്പോൾ കണ്ട് വെക്കുക. എന്തേ ഇങ്ങനെ കണ്ട് വെക്കുക. എന്നിട്ട് എന്താ അറിയോ, ഈ കാണുന്ന ലോക്കൽ ഭാഗം ഉണ്ടല്ലോ, അതിൽ അടുത്ത സിമെൻറ്റ് വരും. അപ്പം അടുത്ത കല്ലും സെറ്റാവും. ആ ലെവലാണ് കൊണ്ടുപോകേണ്ടി കേട്ടോ. ചണ്ടിയും ചപ്പറൊക്കെ നിറഞ്ഞണല്ലോ, നോക്കിയിട്ട് കാര്യമില്ല. ഉള്ള എടുത്ത് വെക്കാനുള്ള ഓർഡർ അല്ലേന്ന്. അയ്യോ
സംഭവം റെഡി. ആ മൂലമത്തെ ആച്ചിലൊക്കെ അവിടെ തന്നെ നോട്ടെ, ഒന്നും ചെയ്യണ്ട. ഇവിടെ ഊരാ, ഇതാ ഇവിടെ ഊരിക്കാണ്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ സംഭവം ഇങ്ങോട്ട് കെട്ടുക, ഇങ്ങോട്ട് കെട്ടിക്കാണ്ട് ഇവിടെ ആച്ചിൽ വെക്കുക. അത് എന്തിനാന്ന് വെച്ചിട്ടാണെങ്കിൽ അല്ലല്ല ഇത് പൂർണ്ണമായിട്ടും ഇത് കെട്ടാനുള്ളതാണ് 3 വരി. പക്ഷെ ഇപ്പം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചെക്കന്മാർ ഇവിടെ കല്ലെടുത്തിടാതെ വെറുതെ നിൽക്കും. അപ്പോൾ അവർക്കൊരു പണി ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പൗതിക്കൽ തൂക്കിയാണ്ട് അത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പോരാ, പനക്ക് പണിയാവൂലേ? അത് കേട്ടാൽ മതി. ആച്ചിൽ വെച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ കല്ലിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് ഒരേ ലെവലിൽ ഫിനിഷിങ്ങിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, നൂലിങ്ങനെ പിടിക്കുക, അപ്പക്കൂടി ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഇട്ടിട്ട് നൂലിൻ്റെ മുകൾക്കാക്കുക, ഇട്ട് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. ഇതാ കറക്റ്റ് ഒരു കല്ലും വെക്കുക. അപ്പം കൊണ്ടൊക്കെയാ ഇതാ തട്ടിലെ പോലത്തെ ഇവിടെ നോക്കുക. ഇതൊക്കെ ചെറിയൊരു ഗ്യാപ്പ് വേണം കേട്ടോ. ഇതേ ഗ്യാപ്പ് ഇപ്പോൾ ഓടിയുണ്ട്. സംഭവം സെറ്റ്. ഇനി ഇങ്ങനെ വെറുക്കി വെക്കുക. കല്ല് വരട്ടെ. ഇതാണ് പടവ് എന്ന് പറഞ്ഞാൽ കൈ നൂല് കൈ കാല്, ഏത് കല്ലും കയ്യിൽ കിട്ടിയെടുക്കുക, പഠിക്കുക, നല്ല ഭാഗം പുറത്ത് വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വസ്വാസ് നോക്കി നിൽക്കാൻ പാടില്ല. കല്ലിൻ്റെ ഐറ്റൊക്കെയാണ് നല്ല ഐറ്റാട്ടോ, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു കുത്ത് ഒരാളെന്ത് ചെയ്യുക, ബാക്കത്തെ കുമ്മായുണ്ടല്ലോ വീണേ, നമ്മളിപ്പോൾ 3 വരി ഹൈറ്റ് ആക്കിയെടുത്തോളം ഏരിയത്തെ ബാക്കത്തെ സിമെൻ്റൊക്കെ ഉണ്ടല്ലോ, ഒരാൾ വാരിപ്പോരി ഇജാ കല്ലൊക്കെ നട്ടിച്ചാ കല്ലിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റിങ്ങുള്ള വാഗാണ്ട് വെക്കന്നെ ഇട്ടങ്ങോട്ട് അടയ്ക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കണകുണക്കല്ല് എന്ന് പറഞ്ഞാൽ പക്ക കണകുണക്കല്ലാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ കല്ലുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പഠിക്കുമോ എന്നുള്ളത്. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ തട്ടയിൽ നമ്മൾ തറ കെട്ടാൻ കുഴി കെട്ടാനൊക്കെ ഉപയോഗിക്കലുള്ളൂ. പിന്നെ ഓൾറെഡി ക്ലൈൻറ്റ് ഇവിടെ ആദ്യം അടിച്ചു വെച്ച കല്ലായതുകൊണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ള മൂപ്പർ ആഗ്രഹമാണ്. അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്തേ ശരിക്കും ഇങ്ങനത്തെ കല്ലുകൊണ്ട് മൂപ്പർക്ക് നഷ്ടമാണ് ഇതൊക്കെ പഠിക്കണേ. കണ്ടമാനം സിമെൻറ്റും ചിലവാകും, പണിക്കാരുടെ ടൈമിങ്ങാണ്. ഞങ്ങൾ ആ ടൈമിങ് നോക്കാതെ വാരി വലിച്ച് പഠിത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മേശരിയേ? മൂപ്പർക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരാൾ നല്ല കല്ലാണെങ്കിൽ എത്ര കല്ല് വെക്കും, ആ കല്ല് തട്ടലുമ്പിൽ വെച്ച് കൊടുക്കണ്ടല്ലേ. ഈ ഒരു കല്ല് കയറ്റി വെച്ചു, പക്ഷെ എന്താ സംഭവം എന്ന് പറയുക, ഉള്ളിൽ ഇങ്ങനെ ശരിയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ നമ്മളെന്ത് ചെയ്യുക, ചെറിയ കല്ലിൻ്റെ പൊട്ടി എടുത്തുകൊണ്ട് ഈ രണ്ടാമത്തെ വരിൻ്റെ ഇടയിൽ തിരിയുക. ഇങ്ങനെ തിരികിയിട്ട് നൂല് ലെവലാക്കുക. അപ്പോൾ സംഭവം സെറ്റായി. അത് എന്തുകൊണ്ടാണ് പ്രശ്നം വരുമെന്ന് അറിയോ, കല്ല് സീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ പടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു ഉറപ്പ് കുറവുണ്ടാവില്ല. തട്ടലിൻ്റെ പടവായ സ്ഥിതിക്ക് ഇതിൻ്റെ ഉൾസൈഡിൽ അടയ്ക്കാൻ നല്ലുണ്ട്, വലിയ പൊത്താണ്. അപ്പോൾ കൈമേൽ ഗ്ലൗസ് ഇട്ടുകാണ്ട് പടാപ്പടി തീർത്തു കൊടുക്കട്ടോ. ഈ കൈമേൽ ഗ്ലൗസ് ഇട്ട് അടച്ചാലുള്ള ലാഭം എന്താ വെച്ചാൽ ഉള്ളിലേക്ക് നല്ല കണ്ട് കയറും. അപ്പോൾ പല ആൾക്കാരും പറയും ഇത് തമിഴ്നാട്ടിലെ പണിയാന്നല്ലേ. തമിഴ്നാട്ടിലെ പണിയൊന്നല്ല, ഇതാണ് ഫടാഫട് ഒറിജിനൽ അസലി ഇന്ത്യൻ പണി. കേട്ടോ, ഇതിങ്ങനെ അടച്ചാൽ മാത്രം പോരാ, നല്ല ഒരു കുറ്റിച്ചൂലല്ല വണ്ടി, നല്ല നിങ്ങളുള്ള ഒരു സാധാ ഏർക്കച്ചൂല് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത്, അതിനെ ഫിനിഷ് ആക്കുന്ന രംഗുമ്പാടെ കാണിച്ചതാണ്. കല്ല് ഒന്നിനോട് കൂട്ടി ജോയിൻ്റ് ആക്കുക. അല്ല സെറ്റ്. അപ്പോൾ അത് റെഡി. ഇതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂലെടുക്കുക, കല്ലും കൂട്ടിക്കാണ്ട് ഇതേമാതിരി ആക്കുക. ഇതാണ് ഫിനിഷിങ്. ഇടയ്ക്കുക ഏതായാലും അതിന് കൈ കൊണ്ട് അടച്ചിക്കുകയാണെങ്കിലല്ല ലാഭം തച്ചിക്കുകയാണെങ്കിൽ എല്ലാ കുണ്ടിലും നല്ല സാധനം കയറിട്ടോ. അപ്പം കൈപ്പണി പഠിച്ചു ഇവിടെ കിട്ടണം. ഇതൊക്കെ വാരി തേമ്പിക്കൂടി ഗ്ലൗസ് സിസ്റ്റം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പടവിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കുന്ന പേപ്പറിൻ്റെ പേരെന്താണ്? തൂക്ക പേപ്പർ. ചെറിയ പൈസ വരുള്ളൂ, പക്ഷെ വലിയ ഉപകാരമാണ് ഇതിനെ കൊണ്ടല്ലേ. സെറ്റ്. നിലത്ത് കുമ്മായം വീഴുകയാണെങ്കിൽ അവിടെയും ഇതിട്ട് കൊടുക്കുക. കുമ്മായം മൊത്തം എടുത്തതിന് ശേഷം അത് കെട്ടിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കുക. എന്തേ, അതാണ് മഴക്കാലത്ത് തൂക്ക പേപ്പർ ഉപയോഗിച്ചാലുള്ള ലാഭം. അവിടെ നീളം മൊത്തം പോട്ടോ. ഒന്നാമത്തെ പടവിൻ്റെ ദിവസം ഇവിടെ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ പ്ലാനിങ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സൈറ്റിൽ തറമ്മൽ എവിടെയൊക്കെ പടവ് ചെയ്യാണ്ടോ അതൊക്കെ വൈകുന്നേരമാകുമ്പോഴത്തേനും മൊത്തത്തിൽ 3 വരി ആക്കണം എന്നായിരുന്നു. അത് മൊത്തം 3 വരി ആക്കിയെന്ന് മാത്രമല്ല, രാത്രിക്കുള്ള മയക്ക് പടവൊന്നും ആവാതെക്കാൻ വേണ്ടി തൂക്ക പേപ്പറൊക്കെ ഇട്ട് ഫുള്ള് വെയിറ്റ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് തട്ടല സംഭവം കേട്ടോ. ഏകദേശം ഈ സൈറ്റിൽ ഒരു ഒറ്റ വരി മൊത്തത്തിൽ 140 കല്ല് വരുന്നുണ്ട്. ആ സ്ഥിതിക്ക് 3 വരിക്ക് 420 കല്ലാണ് പടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ചാക്ക് സിമെൻ്റ് കൊണ്ടാണ് ഈ സംഭവം ഫുള്ള് ഈ ലെവലിലാക്കിയെന്ന് മാത്രമല്ല, പിന്നെ 7 പണിക്കാരാണ് വന്നത്. ക്ലൈൻറ്റ് കുറച്ച് നേരം കല്ല് അവിടുന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി നമ്മളെ കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പാടാം, ഈ രാവിലെ ഉണ്ടല്ലോ ഈ തറയിലിട്ട മണ്ണ് തട്ടി നിരത്തിക്കാണ്ട് കുമ്മായം കൂട്ടിയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇനിയിപ്പം ഈ വീടിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഇവിടെ എന്തൊക്കെ സിമെൻറ്റിൻ്റെ പണിയുണ്ട് അതൊക്കെ പിടിച്ച് വയ്ക്കാൻ പറ്റും. ഇത് സംഭവം ഇപ്പം എന്തായി, പ്ലാറ്റ്ഫോം സെറ്റായി. ഓക്കെ, പിന്നെ 2.10 ഹൈറ്റ് വരെ തീർക്കാനുള്ള കല്ല് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കല്ലും ഇനി അവിടെ കല്ല് വാക്കി കേട്ടോ, അത് ലിൻഡൽ വരെ സെറ്റാക്കും. അപ്പോൾ 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസത്തിൻ്റെ വർക്കുകളിൽ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടോട്ടലി എത്രത്തോളം ഈ ലിൻഡലൈറ്റ് ആവുന്ന വരെയുള്ള എക്സ്പെൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ രാവിലെ ഉണ്ടല്ലോ ആ ക്ലൈൻറ്റ് വന്ന സമയത്ത് നമ്മൾ പിന്നെ ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓഫ്സെറ്റിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, ഓഫ്സെറ്റ് ഇനി വേണ്ടാക്കാൻ അത്രത്തോളം കല്ല് പടുത്തതല്ലേ, അത് അവിടെ തന്നെ എന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഓഫ്സെറ്റ് ഒഴിവാക്കിക്കാണ്ട് ആ തറൻ്റെ മരക്ക് ആക്കിക്കൊണ്ട് ഇപ്പം എന്തായി സംഭവം ഹാപ്പിയായി.
അത് അവിടെ അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ മൂപ്പർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. ഇനി എല്ലാം ചെയ്തു കൊടുത്തിട്ട് പോലും ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ കല്ലൊക്കെ മെഷീൻ കൊണ്ട് ഫടാഫട് മുറിക്കുക, അവർക്ക് പെട്ടെന്ന് കല്ലും കെട്ടി കൊണ്ടുപോയിടുക. അതുകൊണ്ടാണ് ഈ പണി ഈ ലെവലിൽ എത്തിയത്. മറ്റേത് ഇത്ര ലെവലിൽ പണി തീരുമായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ കൂടെ പുതിയ അറിവുകൾ കാണാം.